ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഫാക്ട് ചെക്കിങ് അത് അയാളുടെ കോമൺ സെൻസ് തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു പെശകുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ പകുതി മിസ്ഇൻഫർമേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. And again, common sense is not so common. So you need to practice that common sense. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഫാക്ട് ചെക്കിംഗ് പഠിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ അതിനുള്ള തുടക്കം കുറിച്ചു എന്നതിൽ വളരെ സന്തോഷം. മാതൃഭൂമിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പത്രസ്ഥാപനം ആദ്യമായിട്ട് ഫാക്ട് ചെക്കിംഗ് തുടങ്ങിയത് മാതൃഭൂമിയിൽ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ടീമാണ് തുടക്കത്തിൽ ഫാക്ട് ചെക്കിംഗ് വേണ്ടി ഇതെല്ലാവരും സാങ്കേതികമായി തന്നെ ഫാക്ട് ചെക്കിങ്ങിന്റെ കാര്യങ്ങളിൽ ഒരു മാസത്തെ ഓൺലൈൻ കോഴ്സ് മാതൃഭൂമി സ്കൂൾ വഴി നടത്തുകയുണ്ടായിട്ടുണ്ട്. അത് പാസ്സായ ശേഷം വന്നിട്ടുള്ള ആളുകളാണ് ഈ 5 പേര്. അവര് കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി ഫാക്ട് ചെക്കിംഗ് നടത്തുക എന്നുള്ളതാണ്. അതിൽ കൂടാതെ തന്നെ ഇൻവിഡ് എന്നുള്ളൊരു ടൂളും നമ്മൾ കൃത്യമായിട്ട് തന്നെ ഉപയോഗിച്ച് ഡിജിറ്റൽ ഫോറൻസിക്, ഓഡിയോ ഫോറൻസിക് തുടങ്ങിയ കാര്യങ്ങളും മാതൃഭൂമിയുടെ ഫാക്ട് ചെക്കിംഗ് കാര്യങ്ങളിൽ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. അത്തരം മിസ്ഇൻഫർമേഷൻസിന്റെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള ശ്രമം മാതൃഭൂമിയുടെ ഫാക്ട് ചെക്കിംഗ് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഫാക്ട് ചെക്കിംഗ് സ്റ്റോറീസ്, കാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്നാണ് എനിക്ക് തോന്നുന്നത്.